नमस्ते जी। सुमंती जी नमस्ते। आपका परिचय दीजिए, आप कहाँ से हैं? जकेरिन गोड़ लगी इंघाय नामे सुमंती देवी भगत है के और इन छत्तीसगढ़ ती बर्चकिर एन जसपुर जिला ती और इंघाय पद्दा जंगल ही मझीनु रही सैला पद्दा ती है के नेन जोहार। मैं अपनी मातृभाषा में कह रही थी कि आप सबको नमस्कार और मैं छत्तीसगढ़ से आई हुई हूँ और मेरा नाम सुमंती देवी भगत है। മാഡം ഛത്തീസ്ഗഡിൽ നിന്നാണ് വരുന്നത്. അവരുടെ ഭാഷയിലാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. മാഡം MA പൊളിറ്റിക്സ് ബിരുദധാരിണിയാണ്. ഈ ഒറോൺ ചിത്രകല എന്ന് പറയുന്ന അവരുടെ ഗോത്രത്തിൻ്റെ ചിത്രകലയെക്കുറിച്ച് നമ്മളോട് ഇവിടെ സംസാരിക്കാൻ വേണ്ടി എത്തിയതാണ്. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. जी, आपका ये चित्रकला में मैंने देखा कि चांद, तारे और सूरज बहुत आपके चित्रों में देख सकते हैं और आपके त्योहार देखते हैं तो उसमें भी चांद, तारे, सूरज आदि का महत्व ज़्यादा है. उसके बारे में ज़रा बताएंगे. ഞാൻ ചോദിച്ചത് ഇവരുടെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നക്ഷത്രങ്ങളും ആകാശവും സൂര്യനുമൊക്കെയാണ് കൂടുതലായിട്ടൊരു കോൺസെപ്റ്റായിട്ട് കണ്ടത്. ഇവരുടെ ഉത്സവങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ ആഘോഷങ്ങളിലെല്ലാം ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെയാണ് അധികം. അതായത് പ്രകൃതിയുമായിട്ടുള്ള അത്രയേറെ ബന്ധപ്പെട്ടവയാണ്. അതുമാത്രമല്ല അവരുടെ അമാവാസിക്ക് ശേഷമുള്ള സമയത്ത് മാത്രമാണ് ഇവർ ആ ചന്ദ്രനെയാണ് ഇവരുടെ ആഘോഷങ്ങളുടെ ഒരു തുടക്കമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് മാഡം ഇനി സംസാരിക്കാൻ പോകുന്നത്. ബത്തായിയേഗ. छत्तीसगढ़ में प्रायः उरांव जनजाति के लोग जो भी त्यौहार मनाते हैं तो उस त्यौहार में एक झंडा होता है जो गांव के अखड़ा बीचों बीच में एक अखड़ा होता है, वहाँ लगाया जाता है. वो झंडा का रंग सफ़ेद कलर का होता है और सफ़ेद रंग के साथ में एक चांद और ये बिनको तारा होता है. वो तारा एक भी हो सकता है, 3 हो सकता है, 5 हो सकता है. रात में जैसे मतलब कि हम कोई भी प्रोग्राम करते हैं, रात में जब नाच गान होता है तो तारा हमें 1 भी दिख सकता है, 3 भी दिख सकता है, 5 भी दिख सकता है. तो ये हमारा जो भी त्यौहार होता है शुक्ल पक्ष में होता है, कृष्ण पक्ष में नहीं होता है. जैसे ही हमें चांद दिखता है, चांद दिखने के बाद ही हम कोई भी त्यौहार मनाते हैं. അവരുടെ എല്ലാ ആഘോഷങ്ങളും അവർ ശുക്ലപക്ഷത്തിലാണ് ആഘോഷിക്കുന്നത്. കൃഷ്ണപക്ഷത്തിൽ അവർ ഒരു ആഘോഷങ്ങളും നടത്തുന്നതല്ല. അതുപോലെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഝണ്ട ഒരു പതാക അവിടെ സ്ഥാപിക്കുകയും അതിൽ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ചന്ദ്രനും അതിൻ്റെ ആ ഒരു ആഘോഷത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആ പതാകയിൽ അതുണ്ടാകും. അത് സ്ഥാപിച്ചതിന് ശേഷമാണ് ഇവരുടെ ആഘോഷങ്ങളെല്ലാം തുടങ്ങുന്നത്. അത് നക്ഷത്രം ചിലപ്പോൾ 1 ആകാം, 3 ആകാം, എത്ര എണ്ണം വേണമെങ്കിൽ ആവാം. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ എല്ലാ ആഘോഷങ്ങളും ഉണ്ടാകുന്നത്. എല്ലാ ആഘോഷങ്ങളിലും ഈ ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യം നമുക്ക് പ്രകടമായി തന്നെ കാണാം. अच्छा, आपको ये चित्रकला के बारे में देखें तो आपको मिट्टी से बनाते हैं ना. ഇവരുടെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ കളേഴ്സ് കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അതിലൊരു ആർട്ടിഫിഷ്യൽ കളറുകളും ചേർക്കില്ല. അത് കൂടുതലായിട്ട് മണ്ണാണ് ഇതിൻ്റെ പ്രധാന നിറമായിട്ട് വരുന്നത്. വിവിധ തരത്തിലുള്ള മണ്ണുകൾ കുഴിച്ചെടുത്ത് അതിൽ ചുമപ്പുണ്ട്, കറുപ്പുണ്ട്, അങ്ങനെ പല നിറത്തിലുള്ള മണ്ണുകൾ കാണാം. ആ മണ്ണുകളിൽ നിന്നും അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പൂക്കളിൽ നിന്നും ഫലങ്ങളിൽ നിന്നും ഇലകളിൽ നിന്നുമൊക്കെയാണ് ഇവരിതിനു വേണ്ടിയുള്ള നിറങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ മണ്ണ് കുഴിച്ച് പല നിറത്തിലുള്ളത് കണ്ടെത്തുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക്കാണ്. കാരണം നമ്മൾ കുഴിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ മണ്ണിനും ഒരേ നിറമായിരിക്കും. അതേ സമയത്ത് ഇവർ കൃത്യമായിട്ട് ആ മണ്ണിൻ്റെ നിറവ്യത്യാസം അനുസരിച്ചാണ് ഇത് കുഴിച്ച് എടുക്കുന്നതും ഇത് കണ്ടെത്തുന്നതും. ഇതിൽ നിന്ന് വിരലുകൾ ഉപയോഗിച്ച്, വേറെ ഒരു ബ്രഷോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ കൈവിരലുകൾ കൊണ്ടാണ് ഇവർ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. तो आपका ये मिट्टी आप खोजते हैं ना, इसके लिए खोदते हैं
तो ये कैसे ढूंढते हैं आप? हम देखें तो यहाँ भी एक मिट्टी मिलेगा, वहाँ जाके खोदे तो उधर भी एक ही मिट्टी मिलेगा। तो आप इसको खोदते कैसे हैं? छत्तीसगढ़ में प्रायः खेतों में, जंगलों में, पहाड़ों में, नदियों में ये मिट्टी प्राप्त होता है। ये मिट्टी एक रंग का मिट्टी एक ही जगह नहीं होता है, अलग अलग जगह में मिलता है। काली मिट्टी एक खेत में मिलता है, वो हर खेत में नहीं मिलेगा। उसको खुदाई करने के लिए हमें कभी कभी बहुत मेहनत करना होता है, बहुत गहराई तक जाना होता है। सबसे पहले तो हम मिट्टी की जब खुदाई करने के लिए जाते हैं तो वहाँ एक छोटा सा पूजा करते हैं। पूजा करने के बाद में धरती माँ से प्रार्थना करते हैं कि हम जिस काम के लिए आए हैं और जिस कार्य करने के लिए ले जा रहे हैं इस मिट्टी को, तो वो हमारा काम सफल होना चाहिए। और जैसे ही मतलब कि वहाँ मिट्टी खोदते हैं तो वो मिट्टी हमें प्राप्त हो जाता है, और वो बिल्कुल एकदम कोयले की तरह होती है काली मिट्टी। और लाल मिट्टी कभी कभी हमें नदियों में प्राप्त होता है, और कभी कभी खेतों में भी मिलता है, पहाड़ों में भी मिलता है। और एक लाल पत्थर भी होता है, तो पत्थर से भी हम लाल रंग का यूज करते हैं। ഇത് കൂടുതലായിട്ട് ഇവരിതിനുള്ള മണ്ണ് ശേഖരിക്കുന്നത് പർവ്വതങ്ങളിൽ നിന്നും നദികളിൽ നിന്നും അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ നിന്നുമാണ്. കൃഷിയിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മണ്ണിന് കറുത്ത നിറമായിരിക്കും എന്നാണ് പറയുന്നത്, മറ്റത് ചുവന്ന നിറം. സാധാരണയായിട്ട് ഈ മണ്ണ് ശേഖരിക്കുന്നത് ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം പൃഥ്വിദേവിയെ വന്ദിച്ചതിന് ശേഷം ഇവർ ആ മണ്ണെടുക്കുന്ന ചടങ്ങ് പോലും അങ്ങനെ ചെയ്യുന്നത് അത്ര പ്രാർത്ഥനയോട് കൂടിയാണ് അവർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് ആ മണ്ണ് ലഭിക്കാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ കിത്നെ സാൽ പുരാനി ഹേ, ഇത് എത്ര പഴക്കമുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്, ഈ ഉറോൺ ചിത്രകല? उरांव चित्रकला हमारे पूर्वजों ने शुरुआत की थी, और हमारे पूर्वज उस समय शुरुआत करी जब वो जंगलों में झोपड़ी बनाकर रहा करते थे। जब झोपड़ी बना के रहा करते थे तो घास से बनाते थे और कुछ लकड़ी का प्रयोग करते थे। तो जंगलों में बहुत सारे जानवर होते हैं, जैसे सांप हो गया, बिच्छू हो गया, और भी जानवर होते हैं। तो जो झोपड़ी बनाते हैं उसमें छेद भी होता है, सही से नहीं बन पाता था, तो उस छेद से जानवर भी आ जाते थे। तो हमारे पूर्वज ने सोचा कि ऐसा करते हैं, हम मिट्टी लगाते हैं, मिट्टी का लेप लगाते हैं, तो उससे हम अच्छी तरह से हम सुरक्षित रह पाएंगे। तो उस समय वहाँ जो भी उपलब्ध हुआ मिट्टी, उस मिट्टी से पानी से भिगोकर वो छबाई करना शुरू किए, और उसी समय से हम छबाई करने से उंगली का भी डिजाइन बनने लगा। तो उसी समय से दीवारों में और ज़मीन में ये लिपाई शुरुआत हुआ। ये मिट्टी अपना घर के लिए जब आप घर बनाने के लिए किया करते थे, उसी समय एक चित्रकला का भी आरंभ हुआ जी। अच्छा अच्छा. അതായത് ഇവർ പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം താമസിച്ചിരുന്നത് കാടുകളിലാണ്. അപ്പോൾ പുല്ലുകൊണ്ടും അതുപോലെ തന്നെ കമ്പുകൾ കൊണ്ടുമൊക്കെയാണ് വീട് നിർമ്മിച്ചിരുന്നത്. ആ സമയത്ത് ഇഴജന്തുക്കളും അതുപോലെ തന്നെ തേള് തുടങ്ങിയവയൊക്കെ വീടുകളിലേക്ക് കയറി വരികയും അതിന് സുരക്ഷിതമല്ലാത്ത ഒരു സുരക്ഷിതമില്ലായ്മയുടെ ഒരു പ്രശ്നം ഉടലെടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ പതുക്കെ മണ്ണ് കൊണ്ട് ഈ മാളങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കുറച്ച് നനച്ച് അതിനെ അതുകൊണ്ടൊരു ലേപനം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഈ മണ്ണ് കൊണ്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ അത് ചെയ്യുമ്പോൾ അതിൽ കൂടുതലായിട്ടും വിരലുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വിരലുകൾ ഉപയോഗിച്ച് പിന്നീട് അതൊരു ചിത്രകലയുടെ രൂപത്തിലേക്ക് മാറുകയായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇതിന് വളരെയധികം പഴക്കമുണ്ട്. നമുക്കറിയാം മനുഷ്യൻ വീട് നിർമ്മിക്കാൻ തുടങ്ങിയ കാലം എത്ര പഴയതാണ്, അത്ര തന്നെ പഴക്കമുണ്ടാകണം അവരുടെ ഈ ചിത്രകലയ്ക്കും എന്നാണ്. അതുകൊണ്ടാണ് ഇതിൽ കൂടുതലായിട്ട് വിരലുകളും കൈകളും മാത്രം ഉപയോഗിക്കുന്നത്. अच्छा, आपका दिखाने के लिए कोई चित्र लाया है आप? സര ദിഖായെങ്കിൽ നമ്മൾ ചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അതിൻ്റെ ഒരു ഇമേജ് കിട്ടില്ല. അതെങ്ങനെയാണ് എന്നുള്ളത് ഒരെണ്ണം നമുക്ക് കാണാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ മണ്ണും ഫലങ്ങളും അതുപോലെ തന്നെ ഇലകളും ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ഒരു ചിത്രം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം.
ये कैनवास पे या कपड़े पे? कैनवास में है। अच्छा, कैनवास। कितने दिन लगता है एक चित्र बनाने में? इसका ये क्या है मटेरियल? गोबर। ഗോബർ. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ നടുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ചാണകമാണ്. और ये ये मिट्टी है, 3 रंगों की मिट्टी है। 3 നിറങ്ങൾ ഉള്ള മണ്ണ് ഒരുമിച്ച് ചേർത്താണ് ഈ നിറം ഉണ്ടാക്കിയിരിക്കുന്നത്. और ये भी गोबर है? ये गोबर नहीं है, ये कोयला है। अच्छा अच्छा. ഇത് കൽക്കരിയാണ്, അതായത് കറുത്ത മണ്ണാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റത് ചാണകമാണ്. और ये लाल मिट्टी है. ഇത് ചുവന്ന മണ്ണ് കൊണ്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. इसमें आपका उंगली ही है, उंगलियों से बना है. ഇത് വിരലുകൾ മാത്രമാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുക. നോക്കൂ, എത്ര മനോഹരമായ ചിത്രമാണ്. പ്രകൃതിദത്തമായ മണ്ണും ചാണകവും അതുപോലെ മറ്റുള്ള ഇലകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്രയും മനോഹരമായിട്ട്, നമുക്ക് ബ്രഷൊക്കെ ഇല്ലാത്ത കാലത്ത് ഇത്രയൊക്കെ നല്ല നിർമ്മാണങ്ങൾ നടന്നിരുന്നു എന്ന് അതിശയം തോന്നുന്നു അല്ലേ? इसका नाम है डंडा कट्टा। ये डंडा कट्टा की पूजा हमारे उरांव जनजाति में पुरुष पूजा करने के समय बनाते हैं। और ये उस दिन बनाते हैं, एक वर्ष में 3 बार होता है ये पूजा। एक होता है नया खानी, जब हम नया फसल खाते हैं तो सबसे पहले ये पूजा करते हैं। और दूसरी, जब फसल हमारा छोटा छोटा होता है तो उस समय एक पूजा होती है जो घरों में किया जाता है। और तीसरी पूजा उस समय होती है जब धान की कटाई होती है, तो ये खनिहाल यानी धान को हम घर के अंदर नहीं लाते हैं, उससे पहले पूजा करते हैं, उसके बाद ही लेकर आते हैं। यानी कि शुभ अवसरों में ये चित्र बनाते हैं हर एक घर में? जी। ये घर के अंदर या बाहर या आंगन में? घर के अंदर जहाँ पूजा स्थल होता है, भीतर घर कहते हैं जिसको हम, वहाँ पर किया जाता है। आंगन में किया जाता है? अब घर के भीतर जहाँ हम धान रखते हैं वहाँ पर। अच्छा अच्छा अच्छा. അതായത് ഇവരുടെ 3 അവസരങ്ങളിലാണ് ഇവർ ഈ ചിത്രങ്ങൾ വീടുകളിൽ നിർമ്മിക്കുന്നത്. അതായത് ആദ്യമായിട്ട് നമ്മൾ ഒരു കൃഷി തുടങ്ങുന്ന അവസരത്തിലും, കൃഷി ഏകദേശം നമുക്ക് കൊയ്തെടുക്കാൻ പരുമാകുന്നതിന് തൊട്ട് മുമ്പും, കൃഷി നമുക്ക് വിളവെടുപ്പ് മഹോത്സവം നടക്കുമ്പോഴും, അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ്. ഇത് ശുഭകാര്യ സൂചനയെ സൂചിപ്പിക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. വർഷത്തിൽ 3 തവണയാണ് ഈ പെയിൻറ്റിങ്ങിലൂടെ അവർ അതൊരു ശുഭകാര്യ സൂചിയായിട്ടാണ് ഈ പെയിൻറ്റിങ് ചെയ്യുന്നത് എന്നാണ് മാഡം പറയുന്നത്. इसका ये प्रिजर्वेशन ये मिट्टी से बनता है और इसमें नेचुरल कलर्स यूज, प्रकृति का रंग होता है. ये प्रिजर्व करने में यानी कि ये ऐसे ही रखने में कुछ प्रॉब्लम है? कैसे रख सकते हैं? कितने दिन तक रहेगा, सालों? इसको हम फ्रेम करवा के रखेंगे तो काफ़ी समय तक रहेगा। और ये जो 3 कलर है, 3 रंग है, हम तुरंत निकालते हैं। जैसे हम पूजा करने के लिए अभी शुरू कर रहे हैं, उस समय चूल्हे से हम खाना बनाते हैं, तो उस समय जो मिट्टी का चूल्हा होता है, तो मिट्टी तपकर लाल हो जाती है, तो उस मिट्टी को लिया जाता है। और कोयला, जिस लकड़ी से हम जलाते हैं, तो उसका कोयला तुरंत बनाते हैं, चूर्ण बनाते हैं। और तीसरा जो सफ़ेद है, वो चावल होता है, सफ़ेद चावल, तो उस चावल को चूर्ण बनाते हैं। पर ये 3 रंग उसी समय लेते हैं हम और ये बनाते हैं, 7 भागों में बांटते हैं। അതായത് അരി തയ്യാറായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പേസ്റ്റ്, നമ്മൾ അരിപ്പൊടിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതുപോലെ തന്നെ അടപ്പിലാണല്ലോ പാചകം ചെയ്യുന്നത്, കൽക്കരി. അതുപോലെ അതിൽ നിന്നുമാണ് ഇതിൻ്റെ മണ്ണെടുക്കുന്നത്. അതുപോലെ തന്നെ ചുമന്ന മണ്ണ് കത്തിച്ചതിന് ശേഷം അതിൻ്റെ ആ അഗ്രഭാഗങ്ങളിലൊക്കെ കാണുന്ന ആ അടപ്പിലെ മണ്ണാണ് അതിനു വേണ്ടി എടുക്കുന്നതെന്നാണ് പറയുന്നത്. आप आपका भाषा और संस्कृति में कोई ऐसा गीत है जो आप सुना सकते हैं? इसका कुडक कम्युनिटी का है ना? कौन सा कम्युनिटी में आते हैं? हम उरांव जनजाति से हैं। अच्छा. उरांव जनजाति हमारी भाषा है कुड़ुक भाषा। यहाँ कम्युनिटी यानी कि आपका गोत्र कहाँ कहाँ है? हमारा छत्तीसगढ़ में है, झारखंड में है, अंडमान निकोबार, वेस्ट बंगाल, MP और उड़ीसा और भी जगह फैले हुए हैं। कहीं कहीं जाकर रह गए हैं हमारे उरांव लोग.
അച്ഛാ जी എം പിയിലും ജാർഖണ്ഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്പ്രെഡഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത് और एक नाम है ना आपका ये नहीं और एक नाम नहीं है मेरा, मतलब कि मेरा नाम है सुमंती भगत। हम भगत लिखवाते हैं, हमारा जो टाइटल होता है वो तिरकी होता है। तिरकी यानी कि एक तिरखई चिड़िया होती है। अच्छा जी, उस चिड़िया धंगार नामक कुछ नाम नहीं, चिड़िया पक्षी होती है। हाँ धंगार ऐसा कुछ है। अलग अलग गोत्र होता है, तो मेरा गोत्र तिरकी होता है। हाँ कितने और, गोत्र है आपके? गोत्र तो काफ़ी होता है, जैसे कछुआ होता है, बाघ होता है, टाइगर जिसको बोलते हैं, धान होता है, और कुजूर एक बेल होता है। तो इस तरह से अलग अलग गोत्र വിവിധ ഗോത്രങ്ങളായിട്ടാണ് ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ വിവിധ ഗോത്രങ്ങളുണ്ട്. അപ്പോൾ ആ പല ഗോത്രങ്ങളിലായിട്ടാണ്, എത്ര ഗോത്രങ്ങളുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ വിവിധ ഗോത്രങ്ങളിലായിട്ടാണ് ഈ കമ്മ്യൂണിറ്റികൾ പലയിടത്തായിട്ട് താമസിക്കുന്നത്. ये मिट्टी खोदते वक्त आपको कुछ यानी कि मिलने का कुछ प्रॉब्लम है या खोदते समय ही मिल जाते हैं? कई बार ऐसा होता है जब हम मिट्टी खोदने जाते हैं, काली मिट्टी खासकर, तो उस समय कहते हैं बड़े बुजुर्ग कि कभी कभी जैसे मैंने वहाँ मिट्टी खुदाई करवाया और मुझे वो काली मिट्टी प्राप्त हो गई है, पर अगर कोई और दूसरा व्यक्ति वहाँ जाता है तो शायद ही उसको वो काली मिट्टी प्राप्त होगा। हो सकता है काली ना हो कि थोड़ा सा कम काली हो, ऐसा भी होता है। അതായത് പല സന്ദർഭങ്ങളിലും മാഡം പോകുമ്പോൾ മണ്ണ് അവർക്ക് ആവശ്യമുള്ളത് കിട്ടിയ സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അതേ ഇടത്ത് തന്നെ മറ്റൊരാൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ അതേ നിറത്തിലുള്ള ആ മണ്ണ് കിട്ടാറില്ല, ചിലപ്പോൾ കറുപ്പ് അല്പം കുറഞ്ഞ മണ്ണാണ് ലഭിക്കാറ്. അത് എന്താണ് എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു സന്ദർഭം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം മാഡം തന്നെ പോകുമ്പോൾ ഈ സെയിം സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ അതേ മണ്ണ് കിട്ടും അവർ ഉദ്ദേശിച്ചത്. അല്ലാതെ വേറൊരാൾ അതേ സ്ഥലത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ മണ്ണിന് അത്രയും നിറം കിട്ടില്ല, ചിലപ്പം ആ കറുപ്പ് കുറഞ്ഞ ആ ഉദ്ദേശിച്ച മണ്ണ് കിട്ടാത്ത സന്ദർഭങ്ങളൊക്കെ അവരുടെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ ഒരു ഇത് എന്നുള്ളത് ഇപ്പോഴും പറയാനാവില്ല. ഞങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോഴും മാഡം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, എന്താണ് അതിൻ്റെ പുറകിൽ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളത്. आपने काफ़ी एग्जीबिशन भी किया है जी, कितने एग्जीबिशनों में भाग लिया है? मैंने भारत के कुछ राज्य जैसे केरल ये मेरा 7वां या 8वां विजिट है, और कर्नाटक, आंध्र प्रदेश, छत्तीसगढ़, झारखंड, मध्य प्रदेश, दिल्ली, जम्मू कश्मीर, इतने और कुछ और राज्य होंगे जो मुझे याद नहीं है. ധാരാളം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മാഡം പോയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇത് 8ാമത്തെ തവണയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. और कुडुख भाषा का आप गीत, आपका गीत जरा सुनाएंगे? हमारे यहाँ जो भी मतलब कि त्यौहार होता है, उस त्योहारों में मौसम के आधार पे गीत गाया जाता है, और अगर मौसम अभी नहीं है उस गीत का तो वर्जित माना जाता है. जैसे अभी हमारा ये जो त्यौहार है शुक्ल पक्ष आने वाला है, और ये सरहुल का खद्दी त्यौहार है हमारा. तो खद्दी में हमारा जो गीत होता है और नृत्य होता है वो एक रात में 3-4 बार बदलना पड़ता है, अलग अलग प्रकार का होता है. जैसे रात को अलग, फिर आधी रात को अलग, सुबह के समय अलग, इस तरह गीत गाया जाता है और नृत्य किया जाता है. അവരുടെ ആഘോഷങ്ങളിൽ ഈ ശുക്ലപക്ഷത്തിലാണ് ആഘോഷങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ആഘോഷത്തിൻ്റെ സമയമാണ്. അപ്പോൾ കൂടുതൽ വാദ്യോപകരണങ്ങളില്ലാതെ പാട്ട് മാത്രം പാടുന്ന രീതിയാണ്. 3 തവണയായിട്ട് രാത്രിയും പകലും അങ്ങനെ പല പല സമയങ്ങളിലായിട്ടാണ് പാട്ടുകൾ പാടി ഇവർ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഓരോ തരത്തിലുള്ള പാട്ടുകളാണ്. അത് വാദ്യോപകരണങ്ങളുടെ സഹായമില്ല, മൗഖിക് വായ്പാട്ടായിട്ടാണ് പാടിപ്പോകുന്നത്. അപ്പോൾ അതിലൊരു പാട്ട് നമ്മളെ ഇപ്പോൾ കേൾപ്പിക്കുന്നതാണ്. ഗായിയെ. तो ये सरहुल में जो गीत गाया जाता है
वाद्य यंत्र के साथ जो गीत गाया जाता है मैं आपके सामने पेश कर रही हूँ. ഈ വാദ്യയന്ത്ര സാത്ത് ജോ ഗീത് ഹെ വോ ജി. ഹെ. ഇതിപ്പോ പാടാൻ പോകുന്നത് വാദ്യയന്ത്രങ്ങൾ, അതായത് ഇതിന് കൊട്ടൊക്കെ ഉണ്ടല്ലോ, അതോടുകൂടി പാടുന്ന പാട്ടാണ് ഇപ്പം നമ്മളെ കേൾപ്പിക്കാൻ പോകുന്നത്. അല്ലാതെയും ഇവർ പാട്ട് പാടി ആഘോഷിക്കാറുണ്ട്. ഓ त्योहार का नाम क्या बताया? खद्दी. खद्दी. खद्दी ये जो, भी फसल का त्योहार है. ये धरती और सूर्य की पूजा होती है. ഇതും ഇതിപ്പോ ഖദ്ദി എന്നാണ് ഈ ആഘോഷത്തിന്റെ പേര്. ഇതില് ധർത്തി ഓർ സൂരജ്. ജി. ഇതിലും അവരുടെ ആഘോഷങ്ങൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പറയുമ്പോഴും ഇതിലെല്ലാത്തിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇതിലെല്ലാം പ്രകൃതി, സൂര്യനും ചന്ദ്രനും ഭൂമിയും ചേർന്നുള്ള ആഘോഷങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ. അപ്പം ഇതിൽ വരുന്നതും സൂര്യനും ഭൂമിയുമാണ്. हमारे पूर्वज शुरू से ही प्रकृति प्रेमी रहे हैं और ज़्यादातर प्रकृति की ही पूजा करते हैं. അതെ, പൂർവികർ മുതലേ അവർ പ്രകൃതി സ്നേഹികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി ഇല്ലാതെ ഒരു പരിപാടി അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. मैं एक गीत पेश करने जा रही हूँ. ये इसका नाम है धुड़िया. धुलिया. ये वाद्य यंत्र के साथ होता है. हो हैल रे ए धुड़िया बेचा बेचा मड़ी दोती मड़किया अनायो नीला दोनों ओडोन रे अनायो नीला दोनों ओडोन. ए धुड़िया बेचा बेचा मड़ी धोती मड़किया अनायो नीला दोनों ओडोन रे अनायो नीला दोनों ओडोन. हो हैल रे ए हरेंग जोड़ी पेलो बरा लागे लदायो नोडोंद रोची इयो रे ननायो नोडोंद रोची. हो हैल रे ए हरेंग जोड़ी पेलो बरा लागे लदायो नोडोंद रोची इयो रे लदायो नोडोंद रोची. हो हैल रे. इसका अर्थ सर आप बताएंगे? इसका अर्थ ये है, जब ये खद्दी का त्यौहार होता है उस समय पूरी रात नृत्य गान होता है. तो एक लड़का अपनी माँ से कह रहा है, माँ मैंने जो मतलब कि धोती पहना हुआ है ये खादी का है और ये गंदा हो गया है, तो इस धोती को धोना है, पर मैं आज नहीं कल धोऊंगा. कुछ देर के बाद में वहाँ पर एक साथी आ जाती है लड़का की. तो उसको देखकर लड़का अपनी माँ से फिर कहता है कि माँ आप ऐसा करिए, ये जो धोती है पहले तो साबुन नहीं होता था तो राख से धोया करते थे. ये चूल्हा में गर्म पानी करते थे और उसमें राख डाल के कपड़ा को डाल दिया जाता था. तो आप ये जो कपड़ा है उसको आप चढ़ाइए और ये मेरे साथ वाली जो लड़की है मेरा कपड़ा को धो देगी. അതായത് ഇത് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും അമ്മയുമായിട്ടുള്ള ഒരു സംവാദമാണ്. അവരുടെ ഈ ത്യോഹാറിനെ പറ്റി ഖദ്യ നേരത്തെ പറഞ്ഞല്ലോ. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയോട് പറയുകയാണ് എൻ്റെ ഈ തുണി ഒന്ന് കഴുകി തരണം എന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഖാദിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദിവസം ഇങ്ങനെ മകൻ അമ്മയോട് പറയുകയാണ്, ഇങ്ങനെ ചെയ്തു തരൂ, എനിക്ക് തുണി ആവശ്യമുണ്ട് എന്നപ്പോൾ ഉടനെ തന്നെ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരി, ഇത് പ്രേമിക എന്നൊന്നും പറയുന്നില്ല, പ്രണയിനി എന്നും പറയുന്നില്ല, സഹേലി എന്നുള്ളതാണ്, കൂട്ടുകാരി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവർ വരികയും അവരോട് പറയുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും നാളേക്ക് വെക്കേണ്ട, ഇന്ന് തന്നെ ഇത് കഴുകും എന്നുള്ള ഒരാശയത്തിലാണ് ഈ പാട്ട് പാടി വരുന്നത്. ഹന തോടാ ബഹുത് ജാൻ ലേത്തെ മലയാളം, അഭി തോടാ കുച്ച് സീഖ് ലിയാ നാ. കുറച്ചൊക്കെ സുമന്തി ദേവിക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നന്നായിട്ട് ഇപ്പോൾ ഒത്തിരിയൊക്കെ മലയാളം പറഞ്ഞാൽ നമുക്ക് പറ്റിക്കാനൊന്നും പറ്റില്ല സുമന്തി ദേവിനെ. അത്യാവശ്യമൊക്കെ സുമന്തിക്ക് അറിയാം. അപ്പോൾ ഈ ठंडा कट्टा क्या है? ठंडा कट्टा जिसके बारे में मैंने ये बताया. अच्छा, यही ठंडा कट्टा है. നമ്മൾ ഇതിന്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. ഇതിനെ ठंडा कट्टा എന്നാണ് പറയുന്നത് അവരുടെ ഭാഷയിൽ. ഈ शुभ कार्यों में किया जाता है. अच्छा.
इसको पलकासना भी बोलते हैं। हाँ, ये कर्म वृक्ष के बारे में आपके गोत्र से क्या संबंध है? उरांव जनजाति के लोग करम वृक्ष की भी पूजा करते हैं। ये त्यौहार कम से कम एक वर्ष में 6 या 7 बार मनाते हैं, अलग अलग रूपों में। एक समय होता है जब बहुत मतलब कि बारिश कम होती है, तो उस समय एक बुढ़िया कर्म होता है। तो उस समय जो ज़्यादा उम्र की जो होते हैं बुढ़िया जिसको बोलते हैं, वो व्रत रखती हैं 7 दिनों तक। 7 दिन के बाद में वो एक डाड़ी से पानी लेकर आते हैं। डाड़ी गांव से थोड़ा दूर होता है जहां पानी का साधन होता है। पहले कुआं या नल नहीं हुआ करता था उस समय। ഇത് ഈ കർമ്മവൃക്ഷം എന്ന് പറയുന്നത് അവരുടെ ഒരു ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പണ്ട് ഈ വെള്ളത്തിൻ്റെയൊക്കെ കുറവുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരിങ്ങനെ 7 ദിവസത്തെ വ്രതം എടുക്കുകയും ദൂരെ സ്ഥലത്തു നിന്നൊക്കെ വെള്ളം കൊണ്ടുവരികയും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ്. അത് 7 ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. कोई पेड़ लगाते हैं ना आप 3 दिन के, ऐसा कुछ मैंने सुना है. ये जो त्यौहार में जब 7 दिन तक पानी लेकर आते हैं महिलाएं, और पीपल की जड़ों में पानी लगातार 7 दिन तक डालते हैं। उसके बाद में 7वें दिन करम वृक्ष के पास जाकर ये वाद्य यंत्र के साथ नाचते हुए जाते हैं और वहाँ से 3 डंगाल लेकर आते हैं। 3 डंगाल, ये छोटा पीस नहीं, डंगाल मतलब कि जो पेड़ होता है, पेड़ की 3 शाखाएं लेकर आते हैं। अच्छा अच्छा. ഇത് ഈ ഉത്സവങ്ങൾ, ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവരൊരു മരത്തിൻ്റെ 3 ചുള്ളിക്കമ്പുകൾ അതുമായിട്ട് വീട്ടിലേക്ക് അത് വെട്ടി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. और घर के बाजू में आंगन में गांव में एक अखड़ा होता है, अखड़ा, जहाँ सारे लोग मिलकर नाच गान करते हैं। അവരുടെ അതിനുശേഷം ഈ ഗ്രാമത്തിലെ എല്ലാ ആളുകളും, നമുക്കറിയാം ഒരു ഗ്രാമത്തിനൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാവും, അവിടെ എല്ലാവരും കൂടെ വന്ന് അവർ നൃത്തം ചെയ്യുന്ന, അങ്ങനെ ആഘോഷങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയാണ് ഇവർ ചെയ്തു വരുന്നത്. उसके बाद में वहाँ पूरी रात नाच गान होने के बाद में खूब बारिश होती है। अच्छा, ऐसा मान्यता अभी भी है। ഇതിന് ശേഷം അവിടെ നന്നായി മഴ പെയ്യുന്നത് കാണാം. ഈ മഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇതൊക്കെ ആഘോഷിക്കുന്നത്. ഇതിനെല്ലാം ശേഷം അവിടെ മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്യും എന്നാണ് അവർ പറയുന്നത്. ഇത് മഴയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മഴയുടെ ഒരു ദൗർലഭ്യം കൊണ്ടും അങ്ങനെ എടുക്കുന്ന ഒരു വ്രതമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കൾച്ചറിൽ അവർ വിശ്വസിക്കുന്നത്. और ये चांद और सूरज के झंडा के बारे में बताया आपने, ये आपके चित्रों में भी है ऐसा कुछ? चित्रों में है, पर शायद इसमें नहीं होगा। और ये पीपल पेड़ की पूजा